ഹായ് ഗായ്സ്, നമ്മൾ വീണ്ടും സിനിമാ റിവ്യൂയിലേക്ക്. നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സിനിമയുണ്ട്, കൽക്കി. അത് ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ തിരക്കിലായപ്പോൾ ഇപ്പോഴാണ് കാണാൻ സമയമായത്. ജൂണിലാമറ്റാണ് ആ സിനിമ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ആ കൽക്കിയുടെ ഒരു ട്രെയിലർ ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. സമയമായിരിക്കുന്നു. ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ആ ഭഗവാനാണ് പാമ്പയുടെ ഉദരത്തിൽ. നാളേക്ക് വേണ്ടി തന്നെ തീർത്തു കളഞ്ഞാൽ നാളെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ രക്ഷിക്കും. ഒരു 1.5 ബോംബ് ഒറ്റ ഷോട്ട് നേരെ കോംപ്ലക്സിൽ. മതി, ഇനി നിർത്തി. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യൻ മാറില്ല, മാറാൻ കഴിയില്ല. കൽക്കി യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നേ. ഹായ് ഗായ്സ്, അപ്പോൾ കൽക്കി എന്ന പ്രഭാസ് ചിത്രം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പൂർണ്ണമായി അതിനെക്കുറിച്ച് സംസാരിക്കാം. കൽക്കി 2898 AD ഉച്ചാരണം അങ്ങനെയാണ് വന്നിരുന്നത്. 2898 AD സെറ്റിലൈറ്റ് ഓൺ സ്ക്രീൻ കൽക്കി 2898 AD 2024 പുറത്തിയൊരു ഇന്ത്യൻ തെലുങ്ക് ഭാഷ ഇതിഹാസ സയൻസ് ഫിക്ഷനാണ് ഈ ഒരു ചിത്രം. നാഗ് അശ്വിൻ സംവിധാനമാണ്. നാഗിൻ എന്ന് പറയുന്ന സംവിധാനമാണ് ഈ ചിത്രം നമ്മളിലേക്ക് എത്തിയത്. വിജയന്തി മൂവീസ് നിർമ്മിച്ച് അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, പ്രഭാസ്, ദീപിക പദുൽ, ദിശ പട്നി എന്നിവരെ ചിത്രങ്ങളിൽ പ്രധാന താരങ്ങൾ. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ സിനിമ. ഹിന്ദുവരുടെ ഒരു സ്റ്റോറി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഉത്കണ്ഠ ആസൂത്രണം ചെയ്ത കൽക്കി എന്ന സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ആദ്യ ഗണിത് AD 2898 ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക്സ് ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ ലാബ് വിഷയമായ ZM 80 ഗർഭസ്ഥ ശിശുവെന്ന കൽക്കിയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പിനെ ഈ സിനിമ പിന്തുടരുന്നു. അപ്പോൾ കർണനായ ഒരു അവതാരകമായിട്ടാണ് കൽക്കി. പക്ഷേ ഈ സിനിമ കണ്ടത് ഇപ്പോഴാണ്. ഇപ്പോൾ OTT ഒരു റിലീസ് കണ്ടപ്പോൾ വളരെ ഗംഭീരമായ ഒരു ഫിക്ഷനും ഒരു തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്ത ഒരു ചിത്രം തന്നെയായിരുന്നു. അതിൻ്റെ നിരാശ നമുക്കുണ്ട്.
വളരെ ബാഹുബലി പോലെയൊക്കെ ഒരു എക്സൈറ്റഡ് മൂഡിലായിരുന്നു ഞാൻ ഈ ചിത്രം കണ്ടത്. ഡയറക്ട് നാഗാശ്വിൻ, എഴുതിയത് നാഗാശ്വിൻ, ഡയലോഗുകൾ സായി മാധവ് ബൂറ, നാഗാശ്വിൻ BS സർവജ്ഞാനകുമാർ, ഡയലോഗുകൾ നിർമ്മിച്ചത് C അശ്വിൻ ദാസ്, അഭിനയിക്കുന്നത് അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, ദിശ പെണ്ണ. ഇതിൽ പ്രധാനമായി നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് തോന്നിയ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ കമൽ ഹാസൻ ആൻഡ് അമിതാഭ് ബച്ചൻ്റെയും പിന്നെ കൂട്ടത്തിൽ പ്രഭാസ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡി പോലെയുള്ളതായിരുന്നു ഇൻട്രോ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അമിതാഭ് ബച്ചൻ്റെ ഇൻട്രോ ആണ് മെയിനായിട്ട് നമുക്ക് ഇത്തിരി കമൽഹാസനും വില്ലനായ ഒരു റോളിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ടുപേരുടെ കമൽഹാസൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും റോൾ നല്ലൊരു ക്യാരക്ടറായിരുന്നു, അവർക്ക് പറ്റിയതാണ്. ദിശ പെട്നി എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്. ഛായാഗ്രഹണം ജോർഡ് ജെ സ്റ്റേജിൽ കോവിച്ച്, ജോർഡ് ജെ എന്ന് പറഞ്ഞ ഒരാളാണ്. എഡിറ്റ് ചെയ്തത് കോതഗിരി വെങ്കിടേശ്വർ റാവു എന്നാണ്. സംഗീതം സന്തോഷ് നാരായണൻ, പ്രൊഡക്ഷൻ വിജയാന്തി മൂവീസ് കമ്പനി, വിതരണം അന്നപൂർണ സ്റ്റുഡിയോസ് ആണ്. AM ഫിലിംസ്, കെവിയൂർ പ്രൊഡക്ഷൻ, ശ്രീലക്ഷ്മി ഫിലിംസ്, സ്വപ്ന സിനിമ, വെൽഫെയർ ഫിലിംസ് ആണ്. ഇത് 27 ജൂൺ 2024 റിലീസ് ചെയ്ത മൂവിയായിരുന്നു. 181 മിനിറ്റോളം ഈ ചിത്രം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. രാജ്യം ഇന്ത്യ, കണ്ട ഭാഷ തെലുങ്കായിരുന്നു. ബഡ്ജറ്റ് 200 കോടി, ബോക്സ് ഓഫീസ് കണക്കാക്കി. അപ്പോൾ മലയാള ഭാഷയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തെലുങ്കിൽ റിലീസ് ചെയ്ത് ഡബ് ചെയ്ത് ഭാഷ മലയാളത്തിലായി കണ്ടതാണ് നമ്മളിപ്പോൾ. അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം 2020 ഫെബ്രുവരിയിൽ പ്രഭാസ് 21 താൽക്കാലിക ശിക്ഷാർഹ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കാരണം ഇത് നായക വേഷത്തിൽ അഭിനയിക്കുന്ന നടന്റെ 21ാമത്തെ ചിത്രമാണ്. പിന്നീട് പ്രൊജക്ട് K എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. COVID-19 പാൻഡമിക് കാരണം ഒരു വർഷത്തിനു ശേഷം 2021 ജൂലൈയിൽ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ആരംഭിച്ചു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇത് ഇടയ്ക്കിടെ ചിത്രീകരിച്ചു. 2024 മെയ് അവസാനത്തോടെ പൊതിഞ്ഞു. 2023 ജൂലൈയിലാണ് ഔദ്യോഗിക പേര് പ്രഖ്യാപിച്ചത്. സന്തോഷ് നാരായണൻ സംഗീതം സംവിധാനം നിർവഹിച്ച് ചിത്രത്തിന്റെ ഛായാഗ്രഹണം വെർബിയൽ ഛായാഗ്രഹണം ജോർജ് ജെ സെറ്റിൽ വെച്ച്, എഡിറ്റിംഗ് കോന്തഗിരി വെങ്കിടേശ്വർ റാവു. കൽക്കി 2898 AD 2024 മെയ് 9 റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ റിലീസ് കുറച്ച് മുമ്പേയും മെയ്യിലാണായിരുന്നു റിലീസ് ചെയ്തത്, പിന്നെ ജൂണിലേക്കാക്കി. എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും കുറച്ച് ജോലികളും പൂർത്തിയാക്കിയതിനാൽ മാറ്റിവെച്ചതായിരുന്നു. സ്റ്റാൻഡേർഡ് IMXD 3D 4DX വരെ ഇത് വരാൻ. ഫോർമാറ്റുകൾ 2024 ജൂൺ 27 ലോകമെമ്പാടും പുറത്തിറങ്ങി. 600 കോടി രൂപയെങ്കിലും നിർമ്മാണ ബഡ്ജറ്റിൽ നിർമ്മിച്ച വമ്പൻ ചിത്രമാണ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവായത് ഇന്ത്യൻ സിനിമയാണ്. 2024-22 OTT റിലീസ് ചെയ്തത്. ഓഗസ്റ്റ്, അതായത് ഇപ്പോൾ 22 ഇപ്പോൾ OTT ഇറങ്ങിയതേ ഉള്ളൂ. ഈ ചിത്രം 50 ദിവസത്തിലകം ബോക്സ് ഓഫീസിൽ ലോകമെമ്പാടും 100 കോടി നേടിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ചിത്രം ഉൾപ്പെടെ ഒരു ഇന്ത്യൻ തെലുങ്ക് ചിത്രത്തിന് വേണ്ടി ചിത്രം ഒന്നിലധികം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിച്ചു. 2024 ഇന്ത്യൻ സിനിമ 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രം, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ തെലുങ്ക് ചിത്രം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4ാമത്തെ ചിത്രം, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5ാമത്തെ ഇന്ത്യൻ സിനിമ. അപ്പോൾ 5ാം സ്ഥാനമെങ്കിലും ഇന്ത്യൻ സിനിമ എന്ന ക്യാപിറ്റൽ ടാഗിൽ എത്തിയ ഒരു സിനിമ തന്നെയാണ് പ്രഭാസിന്റെ കൽക്കി. ഇതിലെ 2ാം
ഭാഗത്തിന് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നാം ഭാഗം സെക്കൻഡ് ഹാഫ് തൊട്ട് വളരെ ഗംഭീരമായ അഭിപ്രായമാണ്. നിരവധി പേരാണ് ഇതിൽ കാസ്റ്റായി വരുന്നത്. നിരവധി പേർ ഇതിൽ കാമിയോ വേഷങ്ങളിൽ മാളിക നായർ ഉണ്ടായിരുന്നു. മത്സ്യയുടെ രാജകുമാരി, അർജുനനും മരുമകളും, പരീക്ഷത്തിൽ അമ്മയും, കുരുക്ഷേത്ര യുദ്ധം തുടർന്നു. അതിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ഒരു മാന്ത്രികാസ്ത്രത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു നടിയായിട്ടാണ് അതിലാണ് കാമിയോ റോൾ. ദിവ്യ മൃണാൾ ടാഗൂർ കൽക്കിയുടെ അമ്മയായി അനുമാനിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. രാം ഗോപാൽ വർമ്മ ഷെഫ് ചിന്തുവായി. അങ്ങനെ പൈലറ്റ് ക്യാപ്റ്റനായി ദുൽഖർ സൽമാറും ഒരു ഗംഭീര റോൾ ഇതിൽ വന്നിട്ടുണ്ട്. പല ക്യാപ്ഷൻ കൂടും കാമിയോ റോൾ വന്നിട്ടുണ്ട്. പണമിടപാടുകാരനായി ശ്രീനിവാസ് അവസരമുള്ള ഭൈരവയുടെ ഭാവി വാങ്ങും. അങ്ങനെ മൈലായി ഫരിയ അബ്ദുള്ള, KP അനുദീപ് കോംപ്ലക്സ് അംഗമായി. SS രാജമൗലിയുടെ അത്ര പോരാ, വെറുതെ വന്നതുപോലെ. വിജയ് ദേവരകൊണ്ട അർജുനനായി. അത് വളരെ നല്ലൊരു ക്യാരക്ടർ. മൂന്നാമത്തെ പാണ്ഡവ സഹോദരനും കർണന്റെ എതിരാളി എന്ന നിലയിൽ പ്രശസ്തനായ ഒരു ശക്തൻ വില്ലാളിയാണ് വിജയ് ദേവരകൊണ്ട. സന്തോഷ് നാരായണൻ അൺക്രെഡിറ്റഡ്. അങ്ങനെ നിരവധി പേർ ഇതിൽ അഭിനയിച്ചു, നിരവധി പേർ ഇതിൽ വന്നു. അപ്പോൾ ബോക്സ് ഓഫീസിൽ 1 കോടി എന്തായാലും ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ബോക്സ് ഓഫീസിൽ കൽക്കി 28, 98, 80 അതിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ലോകമെമ്പാടുമായി 280 കോടി നേടിയെന്നാണ്. ഇത് ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ആദ്യ ദിന കോസ്ത്രമാണ്. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ സ്ഥാനം കൂടി ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് 95 കോടിയിലധികം നേടിയിട്ടുണ്ടാവും. 2024 ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഈ ചിത്രം രേഖപ്പെടുത്തി. 135 ചിത്രം 2 ദിവസം കൊണ്ട് ഏകദേശം 250 കോടി കവിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 149.3 കോടി നേടി. 136 ദിവസം കൊണ്ട് കൽക്കി 2898 ID ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ 3-ാം സ്ഥാനത്ത് അരങ്ങേറ്റം കുറിച്ചത്. ഇൻസൈഡ് ഔട്ട് 2, A Kite Plus Day 1 എന്നിവ അവരുടെ ആദ്യ വരാന്തങ്ങളിൽ 134 ദിവസത്തെ ആദ്യ വരാന്തയിൽ നിന്ന് ഇത് ലോകമെമ്പാടും ഏകദേശം 484 കോടി നേടി. അപ്പോൾ നിരവധി ബോക്സ് ഓഫീസ് കളക്ഷനുകൾ ദിവസം തോറും കൂടിക്കൊണ്ടേയിരിക്കാൻ സാധ്യതയുള്ള വലിയ ഒരു ചിത്രമായിരുന്നു കൽക്കി. കൽക്കിയുടെ 2ാം ഭാഗം വളരെ നല്ലതായിരിക്കും. ഇതിൽ ദുൽഖർ മലയാള സിനിമയിലെ പ്രധാന നായകനുണ്ട്. അപ്പോൾ കാമിയോ റോളിൽ നിരവധി മലയാള ചിത്ര നടന്മാറുകളും ഇതിൽ വന്നു പോയിട്ടുണ്ട്. എന്നാലും കൽക്കി പ്രഭാസിൽ ഇതുവരെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമയെക്കാട്ടും വമ്പൻ ഒരു വലിയൊരു ബാഹുബലിക്ക് എഗെയിൻസ്റ്റ് എക്സ്ട്രീമായിട്ട് വരുന്ന ഒരു സിനിമയാണ്. ആ സിനിമ കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ OTT റിലീസായിട്ടുണ്ട്. കാണുന്നവർ കാണുക, കണ്ടവർ കമൻറ്റ് ചെയ്യുക. ബെസ്റ്റ് ഓഫ് താങ്ക്സ് ഫോർ വാച്ച്.